നമ്മുടെ കൂട്ടത്തിൽ കാണും അച്ഛനും അമ്മേനെ കൺവിൻസ് ചെയ്യാൻ അറിഞ്ഞൂടാത്തൊരുത്തി. എടി നാളെ ഞാൻ വണ്ടറിൽ പോകാനൊന്നും കാണൂലേ? എടി ഞാൻ ഒരു കാര്യം പറയട്ടാ, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അച്ഛനും അമ്മയും, പക്ഷെ നിനക്ക് മാത്രമാണ് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ എന്തിന് പറഞ്ഞാലും ഒരു വിശ്വസിക്കൂലടി. കള്ളമൊക്കെ പറയണെങ്കിൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. നീ കള്ളം പറയണ്ട, സത്യം പറയാതിരുന്ന പോലെ. എടി നീ ഇങ്ങനെ പറഞ്ഞു നോക്ക്, അച്ഛാ ഒരു വട്ടം ലാസ്റ്റ്, ഇനി ഞാൻ പോവില്ല. എടി എന്റെ വീട്ടുകാരുടെ സ്വഭാവം എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എന്തിനീ പറഞ്ഞാലും അവര് വീടൊന്നും എങ്ങനെ പറഞ്ഞാലും നീ കരഞ്ഞു നോക്കിയായിരുന്നാ? കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അവര് വിടൂല, അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. മാളില് തുണി എടുക്കാൻ പോണെന്ന് പറഞ്ഞാലേ വീട്ടിൽ ഇത്രയും തുണി ഇരിക്കുമ്പോ എന്തിന് പുതിയ തുണി എടുക്കണം ചോദിക്കും. നീ വിചാരിക്കുമ്പോൾ അല്ല വർഷം ഇതൊന്നും നടക്കൂല. എന്റെ വീട്ടിൽ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാലേ നീയൊക്കെ ഒരു അക്ഷരം പഠിക്കുകയില്ലെന്ന്, കൂടെ ഉള്ളവരെ പഠിപ്പിക്കുകയില്ലെന്ന് നല്ല പോലെ അറിയാം എന്റെ വീട്ടുകാർക്ക്. പിന്നെ എന്റെ ഗ്രൂപ്പ് സ്റ്റഡി ഇടിക്കിടിലൊരു ഐഡിയ ഉണ്ട്. എന്തോ? അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞാലേ. അമ്പലം എന്ന് കേട്ടാ അപ്പ എന്റെ അമ്മ നേരെയും ചുറ്റി ഇറങ്ങും. നീ പോയാണ് അങ്ങോട്ട്, ഇതൊന്നും നടക്കണ കാര്യം. പൂർണിമ ഇങ്ങനെ നിൽക്കാനാണെങ്കിൽ നീ ജീവിതകാലം മുഴുവൻ എക്സ്ക്യൂസും പറഞ്ഞോണ്ട് നിൽക്കും. പക്ഷെ അവര് മൂടൊന്നും ശരിയല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ പോണ്ടെന്ന് പറയും. ഞാൻ എന്ത് ചെയ്യാൻ? അപ്പൊ നീ വരണില്ല. ഞാൻ വരാത്തതല്ലേ വർഷേ, അവര് വിടാത്തതല്ലേ.